Hello everyone, welcome to Computer Science. Our subject is Computer Organizational Architecture COA, and today's topic is up or down counter. So we were discussing about different counters, and we have discussed synchronous counter, asynchronous counter, 2-bit and 4-bit counters. So in this video, we will be discussing about up or down counters. So counters, they can count up and down. 0 to 4 കൗണ്ട് ചെയ്യാം, അതുപോലെ 0 to 3, അതുപോലെ 3 to 0. അപ്പ് ഡൗണും കൗണ്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പ് ഓർ ഡൗൺ കൗണ്ടേഴ്സും അതുപോലെ അതിൽ തന്നെ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കൗണ്ടേഴ്സ് രണ്ട് കാറ്റഗറിയും ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, so what is meant by this up or down counter? A counter which can count up or down is called up or down counter, and up or down counter can be either synchronous or asynchronous. Next, asynchronous up or down counter. ഇപ്പോൾ asynchronous up or down counter നോക്കാൻ പോവാം നമ്മൾ. An asynchronous or ripple counter acts by itself as both up and down counter. ഇപ്പോൾ ഒരു കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോക്ക് സൈക്കിൾ എടുത്ത് പൾസിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൗണ്ടിങ് സീക്വൻസ് നോക്കിയാൽ അറിയാം ഒരു കൗണ്ടറിന് തന്നെ അപ്പും ഡൗണും ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കൺസിഡർ എ 2-bit റിപ്പിൾ കൗണ്ടർ ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ടേബിൾ. സോ ലൈക്ക് ഇതാണ് നമ്മളുടെ ഒരു 2-bit റിപ്പിൾ കൗണ്ടർ, 2-bit അസിങ്ക്രണസ് കൗണ്ടർ. പറയാലോ, ഇത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ക്ലോക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട്സ് ഹൈ ആക്കി, സെക്കൻഡിന്റെയും ഔട്ട്പുട്ട്സ് ഇൻപുട്ട്സ് ഹൈ ആക്കി. ദെൻ ഫസ്റ്റിലേക്ക് ഒരു ക്ലോക്ക് കൊടുക്കുന്നു. നെഗറ്റീവ് ക്ലോക്ക് എഡ്ജിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ, നോട്ട് സിമ്പിൾ ഉള്ളത്. ആൻഡ് ഫസ്റ്റിന്റെ ഇൻപുട്ട് ഫസ്റ്റിന്റെ ക്യൂ ഔട്ട്പുട്ടാണ് സെക്കൻഡിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കുക. അതാണല്ലോ അസിങ്ക്രണസിന്റെ പ്രത്യേകത. സിങ്ക്രണസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതാണ്. അസിങ്ക്രണസിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് കൊടുക്കുകയുള്ളൂ. പിന്നെ അങ്ങോട്ട് വരുന്ന എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെയും ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് പ്രീവിയസിന്റെ ഔട്ട്പുട്ട് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 2-bit റിപ്പിൾ കൗണ്ടർ ആണ്. അതിന്റെ ഔട്ട്പുട്ട് ടേബിൾ നോക്കാം നമുക്ക്. സോ ഇൻ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വർക്കിംഗ് എല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. സിങ്ക്രണസ് കൗണ്ടർ അസിങ്ക്രണസ് കൗണ്ടറിന്റെ വർക്കിംഗ് നമ്മൾ ഓരോ ക്ലോക്ക് സൈക്കിളും വർക്കിങ്ങും ടൈമിംഗ് ഡയഗ്രം ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജനറലി കാര്യം പറയാണ്, അതായത് ഇതിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാൻ പോവാ. സോ രണ്ട് ഔട്ട്പുട്ടാണുള്ളത്, Q1ഉം Q0ഉം. Q1 Q0 കൗണ്ടിങ് അല്ല, അപ്പ് കൗണ്ടർ ആണ്. സോ 00 01 10 11 അങ്ങനെയാണ് വരിക. ആൻഡ് അതിന്റെ തന്നെ പാരലി ഇവിടെ Q ബാർ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, Q0 ബാറും ഉണ്ട്, Q1 ബാറും ഉണ്ട്. ആൻഡ് അതിന്റെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വരാം. ഇത് 11 10 01 100. അപ്പൊ ഇത് നോക്കി നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ ഉള്ളത് Q1 ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഒരു 2-bit റിപ്പിൾ കൗണ്ടറിന് തന്നെ അപ്പ് കൗണ്ടിങ്ങും കിട്ടും, അതിൽ തന്നെ നമുക്ക് ഡൗൺ കൗണ്ടിങ്ങും കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ 00 01 10 11 വരുമ്പോൾ ഇവിടെ 11 10 01 00 ആണ് കിട്ടുന്നത്, ഡൗൺ കൗണ്ടിങ് ആണ് കിട്ടുന്നത്. പക്ഷേ അപ്പൊ ഇവിടെ നമ്മൾക്ക് ആക്ച്വലി ഒരു കൗണ്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ക്യൂ നിന്ന് തന്നെ കിട്ടുന്നതാണ് വേണ്ടത്. അതായത് ക്യൂ ബാറിന്ന് ഔട്ട്പുട്ട് നമുക്ക് എടുക്കില്ല, നമുക്ക് ക്യൂ എന്നുള്ളത് സൈഡിൽ നിന്ന് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. From output table, it is clear that output Q1 Q0 is up and sequence at Q1 dash Q0 dash is down. But in practical circuits, it is desired that output is obtained at Q1 Q0. Okay, Q1 Q0 ഔട്ട്പുട്ട്സിൽ വേണം ഔട്ട്പുട്ട് കിട്ടാൻ. അപ്പോൾ ഈ ഒരു കൗണ്ടറിന് ചെറിയൊരു ട്വിസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് ഡൗൺ കൗണ്ടർ കിട്ടും. To have a down counter, use Q dash output as clock pulse for next flip flop. അപ്പം ഡൗൺ കൗണ്ടർ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ക്യൂന്ന് ഔട്ട്പുട്ട് അല്ലേ ക്ലോക്ക് ആയിട്ട് കൊടുത്തത്, അതിന് പകരം ക്യൂ ഡാഷ് ഔട്ട്പുട്ട് ക്ലോക്ക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺ കൗണ്ടർ കിട്ടും. അപ്പം അതിൻ്റെ വർക്കിംഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇനീഷ്യലി എന്തുണ്ടാവും? ഇനീഷ്യലി രണ്ട് ക്ലോക്കും ഔട്ട്പുട്ട്സും 00 ആയിരിക്കും. ആൻഡ് നമ്മളിവിടെ ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നു. ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവും. ഇത് ആക്റ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും? ടോഗിൾ ചെയ്യാണല്ലോ ചെയ്യുക. 11 അല്ലേ ഇത് വരുന്നത്, അപ്പോൾ ടോഗിൾ ചെയ്യാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് Q0 Q1 എന്നാണ് വാല്യൂ അല്ലേ. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് 1. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പം ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ രണ്ടും 00 ആണ് കൊടുത്തു. ആൻഡ് ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ Q0 1 ആയി. Q0 ഇപ്പോൾ 1 ആയി. ഇതാണ് Q0 1 ആയി. ആൻഡ് ഇവിടെ എന്താ Q0 ഡാഷിൽ Q0 1 ആകുമ്പോൾ Q0 ഡാഷിൽ 0 ആവും കിട്ടുക. ആൻഡ് ഇത് നെഗറ്റീവ് എഡ്ജിൽ വർക്ക് ചെയ്യുന്ന ക്ലോക്കാണ്. അതായത് ഇവിടെ 0 ചെന്ന് കഴിഞ്ഞാൽ ഈ ക്ലോക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ആവും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടും 1 ആയി. അതായത് Q1ഉം 1 ആയി.
ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ എന്തുണ്ടാവും? Q0 ടോഗിൾ ചെയ്യാണ് ചെയ്യുക. Q0 0 ആവും. ഇതാ ഇവിടെ Q0 0 ആയി. അപ്പോൾ ഇയാൾക്ക് എത്തുക Q0 ഡാഷ് 1 ആയിരിക്കും. അപ്പോൾ 1 ആണ് ഇങ്ങോട്ട് എത്തുക. 1 ഇങ്ങോട്ട് എത്തുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓഫ് ആയിരിക്കും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓഫ് ആവുമ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. പുതിയത് ടോഗിളൊന്നും ചെയ്യില്ല. അപ്പോൾ 1-ലല്ലേ നിൽക്കണത് ഇത്. സോ അത് 1-ൽ തന്നെ അവിടെ നിൽക്കും. അങ്ങനെ 1-0 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ദെൻ ഇത് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് വർക്കിംഗ് വരുന്നത്. സോ നമുക്ക് ഇവിടെ നെഗറ്റീവ് ഡൗൺ സീക്വൻസ് ആണ് കിട്ടിയത് അല്ലേ. അത് ഇനീഷ്യലി 0-0 ആയിരുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന ഡൗൺ സീക്വൻസ് ആണ് 1-1, 1-0, 0-1, 0-0. ഇതിങ്ങനെയാണ് നമ്മളൊരു ഡൗൺ കൗണ്ടർ ക്രിയേറ്റ് ചെയ്തത്. ഇനി അപ്പോൾ അപ്പ് കൗണ്ടർ കണ്ടു, ഡൗൺ കൗണ്ടർ കണ്ടു. നമുക്കിത് കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പ് ഓർ ഡൗൺ കൗണ്ടർ. റിപ്പിൾ കൗണ്ടർ ക്യാൻ ബി യൂസ്ഡ് ആസ് ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടർ. സോ ദിസ് ഇസ് എൻ അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടർ. അപ്പോൾ ഇവിടെ ഞാൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് പകരം T ഫ്ലിപ്പ് ഫ്ലോപ്പാണ് വെച്ചിട്ടുള്ളത്. രണ്ടും പറ്റും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. JK ആയാലും T ആയാലും 1-1 വന്നാൽ ടോഗിൾ ചെയ്യും. ഇപ്പോൾ Tയിൽ ഒരു 1 വന്നാൽ ടോഗിൾ ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കുക. അതിന് 2 ഔട്ട്പുട്ട് ഉണ്ട്. ആൻഡ് Tക്ക് ഞാൻ 1 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ക്ലോക്ക് അല്ലേ. രണ്ടിനും ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പ് ഓർ ഡൗൺ കൗണ്ടറിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരു കൗണ്ടറിൽ തന്നെ നമ്മൾ പറഞ്ഞു അപ്പും ഡൗണും അസിൻക്രണസ് 2-bit കൗണ്ടറിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പ് കൗണ്ടർ കിട്ടണമെങ്കിൽ Q എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം ഇവിടെ ക്ലോക്കിലേക്ക് കൊടുക്കേണ്ടത്. ഡൗൺ കൗണ്ടർ കിട്ടണമെങ്കിൽ Q ഡാഷ് എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം ക്ലോക്കിലേക്ക് കൊടുക്കേണ്ടത്. ആൻഡ് T അല്ലെങ്കിൽ JK ഏതായാലും രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും JK അല്ലെങ്കിൽ T നമ്മൾ 1 ആക്കി വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അപ്പ് കൗണ്ടറിന് Qൻ്റെ ഔട്ട്പുട്ട്, ഡൗൺ കൗണ്ടറിന് Q ഡാഷിൻ്റെ ഔട്ട്പുട്ട്. ഈ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ ഒരു ലൈൻ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പ് ഓർ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രോൾ ലൈൻ കൂടി വെച്ചിട്ടുണ്ട്. ഈ കൺട്രോൾ ലൈനെ ബേസ് ചെയ്തിട്ടാണ് Qൻ്റെ ഔട്ട്പുട്ടാണോ Q ഡാഷിൻ്റെ ഔട്ട്പുട്ടാണോ പോവാന്ന് തീരുമാനിക്കുക. അപ്പോൾ അത് കണ്ടാൽ അറിയാം. അപ്പ് ഓർ ഡൗൺ ലൈൻ Qയിലോട്ട് നേരെ 1 ആണ് പോയിട്ടുള്ളത്. സെയിം ആ ലൈൻ തന്നെയാണ് പോയിട്ടുള്ളത്. Q ഡാഷിലോട്ട് അതിൻ്റെ നോട്ട് ഗേറ്റിൽ കൂടെ ആയിട്ടുള്ള ഇൻവേർട്ട് ചെയ്തിട്ടുള്ളതാണ് പോയിട്ടുള്ളത്. അതായത് 1 വരികയാണെങ്കിൽ ഇങ്ങോട്ട് അപ്പ് ഓർ ഡൗൺ ബാർ എന്നല്ല കൊടുത്തുള്ളത്. 1 വരികയാണെങ്കിൽ അപ്പ് വർക്ക് ചെയ്യും, 0 വരികയാണെങ്കിൽ ഡൗൺ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. പെൻ എടുക്കാം. ഇപ്പോൾ ഇത് 1 ആണെന്ന് വെക്കുക. 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് 1 പോവും ആൻഡ് ഇങ്ങോട്ട് അതിൻ്റെ നോട്ടല്ലേ പോവുക, 0 ആണ് പോവുക. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ളത് Q ഡാഷും ഈ ആൻഡ് ഗേറ്റിൽ Q ആണ്. സോ ഇവിടുത്തെ വാല്യൂ എന്തായാലും 0 ആവും. ആൻഡ് ഇവിടുത്തെ വാല്യൂ Qൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. Q 1 ആണെങ്കിൽ 1, Q 0 ആണെങ്കിൽ 0. സോ Qൻ്റെ വാല്യൂ ആണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ ക്ലോക്കിലേക്ക് എത്തുക. അപ്പോൾ ഇതെന്തായാലും അപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, അപ്പ് കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ സപ്പോസ് നമ്മളിവിടെ 0 ആണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ 0 പാസ് ചെയ്യുമ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ത് വന്നു കഴിഞ്ഞാലും 0 ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താ ഇൻവേർട്ടഡ് അല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് എത്തുന്നത് 1 ആണ്. ഇവിടെ എത്തുന്നത് 1 ആവുമ്പോൾ നമ്മുടെ ഈ ആൻഡ് ഗേറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് Q ഡാഷിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അതായത് ഇവിടുത്തെ ഔട്ട്പുട്ട് Q ഡാഷ് ആയിരിക്കും. Q ഡാഷിനെ ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. Q ഡാഷ് ആണ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഡൗൺ കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരൊറ്റ സർക്യൂട്ട് തന്നെ അപ്പും ഡൗണും കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ when up or down dash signal is 1, count sequences up as output is fed as clock pulse as Q outputs. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. Q output is fed as clock pulse for next flip flop. When it is 0, count sequences down as Q dash output is fed as clock. അപ്പോൾ ഇതാണ് ഒരു സിൻക്രണസിൻ്റെ കേസ്. അസിൻക്രണസിൻ്റെ കേസ്. സിൻക്രണസ് ആകുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു 1 കൊടുക്കുന്നതിനും ക്ലോക്ക് കൊടുക്കുന്നതിനും ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊരു 2-bit സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ നോക്കാം. അപ്പോൾ സ്ട്രക്ചറിൽ നോക്കുക, ഒരു വ്യത്യാസവും നമുക്ക് കാണുന്നില്ല. അതായത് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആദ്യം നോക്കാനുള്ളത് ക്ലോക്കാണ്. ക്ലോക്ക് ഇയാൾക്കും കോമൺ ക്ലോക്കാണ്. ഇത് കാണില്ലേ, കോമൺ ക്ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. പിന്നെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫസ്റ്റത്തെ ജെയും കെയും മാത്രമാണ് നമ്മൾ ഹൈ ആക്കുള്ളൂ അല്ലേ. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം ഹൈ ആക്കും. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയും കെയുടെ വാല്യൂ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ്, Q അല്ലെങ്കിൽ Q ഡാഷ് ഔട്ട്പുട്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പാണെങ്കിൽ Q ഔട്ട്പുട്ട്, ഡൗൺ ആണെങ്കിൽ Q ഡാഷ് ഔട്ട്പുട്ട്. അപ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു, അപ്പ് ഓർ ഡൗൺ ലൈൻ വെച്ചിട്ടുണ്ട്, ഡൗൺ ബാർ ലൈൻ വെച്ചിട്ടുണ്ട്. Qയിലോട്ട്
1 വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് വർക്ക് ചെയ്യും. അപ്പോൾ ക്യൂവിൻ്റെ ഔട്ട്പുട്ട് എടുക്കും, ആൻഡ് ചെയ്തിട്ട് അതാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ആ പാസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ക്ലോക്കിലേക്കായിരുന്നു പാസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ക്ലോക്കിലേക്കല്ല ജെ കെ ഔട്ട്പുട്ട്സിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ അസിൻക്രണസും സിൻക്രണസും തമ്മിൽ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അതായത് അസിൻക്രണസിൽ ഇവിടെ ഒരു ക്ലോക്ക് കൊടുക്കണു, ദെൻ ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് ഈ ക്ലോക്കിലേക്ക് കൊടുക്കണു, ജെയും കെയും 1 ആക്കുന്നു. ഇവിടെ സിൻക്രണസിൽ അങ്ങനെയല്ല, ക്ലോക്ക് 2 ക്ലോക്കും കോമൺ ക്ലോക്ക് കൊടുക്കണു, ഒരാളുടെ മാത്രം ജെയും കെയും 1 ആക്കുന്നു, അടുത്ത ആളുടെ ജെയിലേക്കും കെയിലേക്കും ഈ ഔട്ട്പുട്ട്സ് കൊടുക്കണം. അപ്പൊ ഇതിനെ പറ്റി ഞാൻ ഈ വേറെ ഒന്നും പറയുന്നില്ല, അതേ സ്ട്രക്ചർ തന്നെയാണ്. ഈ പറഞ്ഞ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ നമുക്ക് എത്ര ബിറ്റ് ആണെങ്കിലും, ഇപ്പൊ 3 ബിറ്റ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ആണെങ്കിലും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആദ്യത്തേതിന്റെ ഇപ്പൊ ഒരു ബിറ്റും കൂടെ, ഒരു കൗണ്ടറും കൂടി ഉണ്ടെങ്കിൽ വേണം ഇതിന്റെ ഔട്ട്പുട്ടിന്റെ കൂടെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് കൂടെ ആഡ് ചെയ്തിട്ട് വേണം അടുത്ത തേർഡിലേക്ക് പോകാൻ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മളുടെ 3 ബിറ്റ് സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ. അപ്പോൾ ഡിഫറൻസ് എന്താന്ന് നോക്കിക്കോ. ആദ്യം ഈ ലൈൻ നോക്കാം കേട്ടോ, ഞാൻ എൻ്റെ ഈ ലേസർ പോയിന്ററിനെ ശ്രദ്ധിക്കുക. ഇപ്പൊ ക്ലോക്കാണ്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക്, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക്. ഇത് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കൊന്നും വേണ്ട. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം. ആദ്യം ഒരു 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് 0, J0 K0 ക്ലോക്ക്, J1 K1 ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ക്ലോക്ക്, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 J2 K2 ക്ലോക്ക്. അത് വരച്ചതാണ് ബേസിക് സ്ട്രക്ചർ. ഇനി ഈ എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ ക്ലോക്ക് ലൈൻ വരച്ചിടാം. അതും കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ J0യും K0യും ഹൈ ആക്കി വെക്കുക. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ആയിട്ടോ. ഇനിയാണ് നമ്മളുടെ അപ്പ് ഓർ ഡൗൺ ബാർ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പൊ അപ്പ് ലൈൻ വരുന്നത് ഇങ്ങോട്ട് നേരെ Q0ന്റെ ഭാഗത്തേക്ക് വരയ്ക്കുക. ഡൗൺ ബാർ വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യണമല്ലോ. അപ്പൊ ഡൗൺ ലൈൻ വരുന്നത് Q0 ബാറിന്റെ ഭാഗത്തേക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടം വരെ പഴയതുപോലെ തന്നെയാണ്. അപ്പും Q0യും കൂടി ആഡ് ചെയ്യുന്നു, ഡൗണും Q0 ഡാഷും കൂടി ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ഓർ ചെയ്തിട്ട് നമ്മൾ ജെയിലേക്കും കെയിലേക്കും കൊടുക്കണം. ഇത് ആസ് യൂഷ്വൽ നമ്മൾ 2 ബിറ്റിൽ കണ്ടതല്ലേ, അതന്നെ. ഇനി ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യാനുള്ളത് ഇവിടുന്ന് ഈ പോയിന്റ്, നമ്മളിവിടെ Q0 ഇൻറ്റു അപ്പ് കിട്ടിയല്ലോ, ഈ പോയിന്റും നമ്മളുടെ Q1ഉം കൂടി ആഡ് ചെയ്യുന്നു. അതുപോലെ താഴെ ഈ പോയിന്റും, അതായത് ഈ പോയിന്റും Q1 ഡാഷും കൂടി ആഡ് ചെയ്യുന്നു. രണ്ടും ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുക്കണു. അത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ J2ലും K2ലും കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് Q2 Q2 ഡാഷ് ഔട്ട്പുട്ടും കിട്ടും. അപ്പൊ ഇവിടെ അപ്പാണെങ്കിൽ നമുക്ക് വാല്യൂ വരിക Q0ന്റെയും Q1ന്റെയും Q2ന്റെയും വാല്യൂ ആണ് കിട്ടുക. ഡൗൺ ആണെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്നത് Q0 ഡാഷിന്റെയും Q1 ഡാഷിന്റെയും Q2 ഡാഷിന്റെയും വാല്യൂ ആയിരിക്കും പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. എപ്പോഴും എല്ലാ Q0 Q1 Q2 എന്നുള്ളതിൽ എനിക്കായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് 3 ബിറ്റ് സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടറിന്റെ. ശരിക്കും ഈ സിൻക്രണസ് കൗണ്ടർ നമുക്ക് അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾ, ട്രൂത്ത് ടേബിൾ ഒക്കെ വരച്ച് കീ മാപ്പ് ഒക്കെ വെച്ചിട്ടാണ് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് ഇത്രയല്ലേ ഉള്ളൂ. അതായത് പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എല്ലാത്തിൻ്റെയും ഔട്ട്പുട്ട് ആഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിക്ക് കൊടുക്കാൻ. അതാണ് ജനറൽ സിൻക്രണസിന്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് നമുക്ക് ഇതിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡയഗ്രാം ഒന്നും, ഐ മീൻ ട്രൂത്ത് ടേബിളും ഇതൊന്നും ഡെറിവേഷൻ ഒന്നും പറയാത്തത് കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് വരയ്ക്കാം. ദെൻ തിയറി എഴുതാൻ ഇത് അപ്പും ഡൗണും ആയിട്ട് വർക്ക് ചെയ്യും സിൻക്രണസ്. ആ ഒരു തിയറി, കോമൺ തിയറി എഴുതി വെച്ചാൽ മതി. ഈ അപ്പ് ഓർ ഡൗൺ ലൈനിന്റെ വർക്കിംഗ്, ദെൻ ഇവിടെ ആൻഡ് വരുമ്പോൾ Q0 എടുക്കുന്നത്, Q0 ഡാഷ് എടുക്കുന്നത്, ആ ഒരു കോമൺ വർക്കിംഗ് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് അപ്പ് ഓർ ഡൗൺ കൗണ്ടറിനെ പറ്റി പറയാനുള്ളത്. വാട്ട് ഈസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ആൻഡ് അസിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ആൻഡ് സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്കിനി അടുത്തത് പറയാനുള്ളത് 2 സെറ്റ് കൗണ്ടറും കൂടി ഉണ്ട്. റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ എന്നുള്ളൊരു കാറ്റഗറിയും പിന്നെ മോഡേൺ കൗണ്ടർ എന്നുള്ളൊരു കാറ്റഗറിയും കൂടി ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ COA ആസ് പെർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേട്ടോ, BSc BCA. ആൻഡ് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാനൊരു ബേസ് പറയുന്നതേ ഉള്ളൂ. ബാക്കി ഏത് യൂണിവേഴ്സിറ്റി ആയാലും എഞ്ചിനീയറിംഗ് ആയാലും സബ്ജക്ട്സും ടോപ്പിക്സും ഒക്കെ സെയിം തന്നെയാണ്. കണ്ടന്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ആൻഡ് സിലബസിൽ കുറച്ച് എന്താ പറയുക, ചിലപ്പോൾ കൂടുതലുണ്ടാവും, കുറവുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കൗണ്ടർ എന്ന്, വാട്ട് ഇസ് കൗണ്ടർ, വാട്ട് ഇസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊന്നും, MGയിൽ വേറെ ഒന്നും, ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ വേറെ ഒന്നും ആവില്ല. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ആ സിലബസ് ഉണ്ടോ, അത് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയായാലും കണ്ടന്റ്, ഈ ഒരു കണ്ടന്റ് വാട്ട് ഇസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ എന്നുള്ള കൺസെപ്റ്റ് എവിടെയും മാറില്ല. ഓരോ സിലബസിലും എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടാവും, ചിലപ്പോൾ കുറവ് ടോപ്പിക്സ് ഉണ്ടാവും. അങ്ങനെ ഞാനൊരു ബേസ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിനും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത കൗണ്ടറിൻ്റെ ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.